ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ, എന്തായാലും കേക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒരു പ്ലാൻ കാണും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഇനി ടൂട്ടി ഫ്രൂട്ടി ഇനി പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് അറിഞ്ഞ് നിങ്ങൾ പോലും ഞെട്ടിപ്പോട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ താരം ഇവനാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഈ ഓമയ്ക്ക കൊണ്ടാണ് ടൂട്ടി ഫ്രീ ഉണ്ടാക്കുന്നത് എന്നുള്ളത്? എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓമയ്ക്ക എന്ന് പറയും, പപ്പായ എന്നൊക്കെ പറയുന്ന സാധനമാണ് കേട്ടോ. പല സ്ഥലത്തോട്ടും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്കിന്ന് വേണ്ടത്. അപ്പോൾ രണ്ടായിട്ട് ഞാൻ മുറിച്ച് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അകത്തെ കുരുക്കളെല്ലാം കഴുകിയിട്ടുണ്ട്. കറയുള്ളതുകൊണ്ട് നല്ലപോലെ ഒന്ന് കൊത്തി അവിടെ ഇവിടെ എല്ലാം കൊത്തിയെടുത്ത് നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരെണ്ണം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കുഞ്ഞു പീസുകളാക്കി എടുക്കണം കേട്ടോ. നമുക്കറിയാമല്ലോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൂട്ടി ഫ്രൂയുടെ ഒക്കെ ഒരു വലിപ്പം. അപ്പം തീരെ അങ്ങ് ചെറുതാക്കി നമ്മൾ മുറിക്കേണ്ട കേട്ടോ. ഒരു ചെറിയൊരു കുഞ്ഞു കഷ്ണം എന്ന രീതിയിൽ തന്നെ വേണം, എന്നാലും ഒത്തിരി അങ്ങ് ചെറുതാക്കി കളയരുത് കേട്ടോ. അപ്പം നമ്മളിതാ ഇങ്ങനെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നമ്മുടെ കുരു കളഞ്ഞതിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ, അതും കൂടെ നമ്മളങ്ങ് കളയണം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് കാണിക്കുകയാണ്. ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് മുഴുവനും നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. തീരെ പൊടിഞ്ഞു പോവരുതേ. അത് എന്താന്ന് പറഞ്ഞുതരാം. അപ്പം ഒരു മീഡിയം ചെറിയ സൈസിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുഴുവനും അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. കാരണം ഇതിലൊക്കെ കറയുണ്ടെങ്കിലോ കറ നമുക്ക് കുത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒരു 2-3 തവണയെങ്കിലും നമ്മളിത് കഴുകിയെടുക്കണേ. നല്ലപോലെ കഴുകി പിഴിഞ്ഞ് ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം എടുത്തിട്ട് നല്ലപോലെ തിളപ്പിക്കണം കേട്ടോ. നല്ലപോലെ ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഓമയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സിമ്മയിലൊന്ന് ജസ്റ്റ് വെക്കാൻ കാണാതെ, പിന്നെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ കയ്യിലോട്ടൊക്കെ കയറി വെള്ളം തെറിക്കുമല്ലോ. അപ്പം ഇത് നല്ലപോലെ വെട്ടി തിളപ്പിക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് വെന്ത് പോവുകയോ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാടങ്ങ് തീരെ കുനുകുനാന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇത് വെന്തു പോകും. അപ്പം നമുക്കിത് വെന്ത് പോകാനായിട്ട് പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ആ ഒരു അവസ്ഥയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് ചൂടാക്കി ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ നമുക്ക് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. വെന്ത് പോയിട്ടുമില്ല, എന്നാൽ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒന്ന് വാടി, എന്താ പറയുക, നമ്മളൊന്ന് വാട്ടി എടുക്കത്തില്ലേ, അതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വീണ്ടും ഒരു അരിപ്പയിലോട്ട് കോരി ഇടുകയാണ് കേട്ടോ, വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ആ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഒരു പഞ്ചസാര ഞാനൊരു 4-5 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഏകദേശം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മൾ കോരി വെച്ചിരിക്കുന്ന നമ്മുടെ ഓമയ്ക്ക വീണ്ടും ഈ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി നമ്മളൊന്ന് ഒരു ആ പഞ്ചസാര ലൈനി ഒന്ന് കുറുകി വരുന്ന സമയം വരെ നമ്മൾ ഇതിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇളക്കാതിരിക്കരുത്, അടുക്കി പിടിച്ച് ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര ലായനിയൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി കണ്ടില്ലേ, ഒന്ന് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അതിനെ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഇത് വീണ്ടും ഒരു എടുത്തിട്ട് മാറ്റാം കേട്ടോ, ബൗളിലേക്ക് മാറ്റാവേ. അപ്പോൾ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമ്മളൊരു അരിപ്പയിലോട്ടിട്ട് ഒന്ന് ആ ഒരു പഞ്ചസാര ലൈന് എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മളൊരു അരിപ്പയിലോട്ടാണ് കേട്ടോ ഇതിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് വേറെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഞാനൊരു 2 ബൗളിലായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ എടുക്കണം. അപ്പോൾ അത് നമുക്ക് ചൂടോട് കൂടി തന്നെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
2 ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് നമുക്ക് ഏത് കളറാണോ നമ്മുടെ കയ്യിലുള്ളത്, ടൂട്ടി ഫ്രൂട്ടിയുടെ കളറൊക്കെ നമുക്കറിയാലോ, പച്ചയും മഞ്ഞയും നീലയും ചുമപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ റെഡ് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ റെഡ് കളറാണ് കേട്ടോ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ മേടിച്ച് വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡും ഗ്രീനും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും മാത്രമേ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ബൗളിലേക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. എന്നാലേ നമുക്ക് കളറുകൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ബൗളിലേക്ക് ഗ്രീൻ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലും ഞാൻ ആദ്യം വാനില എസൻസും അതുപോലെ തന്നെ ഗ്രീൻ കളറും കൂടെ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ടും കൂടെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ റെഡ് കളറും ഗ്രീൻ കളറും ഇവിടെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്കൊരു ടിഷ്യൂ ഇട്ടിട്ട് നമുക്കിതൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇതൊന്ന് അപ്പോൾ ഇതാ ഇതുപോലെ ടിഷ്യൂവിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അരിപ്പയിലൊന്ന് നമ്മൾ ഈ കളറൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് അരിപ്പയിൽ ഇട്ടതിന് ശേഷം ടിഷ്യൂവിലേക്ക് ഇടുകയാണെങ്കിൽ ഇത്രയും വെള്ളം ഈ ടിഷ്യൂവിൽ പിടിക്കത്തില്ല കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ടിഷ്യൂ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യുക. അതായത് നമ്മൾ കളറിങ് ഒക്കെ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അതൊന്നും കൂടെ അരിപ്പയിലിട്ട് ആ കളറിങ്ങിൻ്റെ എക്സ്ട്രാ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ടിഷ്യൂവിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ആ ടിഷ്യൂവിൽ കണ്ടില്ലേ ഞാൻ ഈ ഒഴിക്കുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം, അതായത് ഈ കളറിങ്ങിൻ്റെയും അതുപോലെ തന്നെ വാനില എസൻസും പിന്നെ നമ്മൾ ഓൾറെഡി ഷുഗർ സിറപ്പിലൊക്കെ ഇട്ടിട്ടാണല്ലോ ഇത് എടുത്തത്. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഇതിനകത്ത് ഒരുപാട് വെള്ളം പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടിഷ്യൂ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം ടിഷ്യൂവിലോട്ടിട്ട് നിവർത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിത് ഉണക്കിയത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് മുറ്റത്തൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ മുറ്റത്ത് കുറച്ച് നേരം കൊണ്ട് വെക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 5-6 മണിക്കൂർ ഫാനിൻ്റെ ഇതിൽ വെച്ചപ്പോൾ തന്നെ നല്ല ഡ്രൈ ആയതേ കണ്ടില്ല. നമ്മുടെ കയ്യിലൊന്നും കളറൊന്നും ആവുന്നില്ല, നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ല, ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലും കൂടുതൽ കളറുകൾ ചേർത്തിട്ട് കുറച്ചും കൂടെ കളർഫുള്ളാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ടൂട്ടി ഫ്രീ എന്ന് പറയുമ്പോൾ 2 കളറല്ലല്ലോ, ഒരുപാട് കളർ മിക്സ് ചെയ്തിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് എക്സാക്റ്റ് നമുക്ക് ആ ടൂട്ടി ഫ്രീ കഴിക്കുന്ന ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബായ്.